സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി എല്ലാ കറിയും ഭയങ്കര ടേസ്റ്റായി തുടങ്ങി. കാരണം അത് എൻ്റെ കൈപ്പുണ്യം കൊണ്ടൊന്നുമല്ല. ഈ കറി വേണ്ട, വേറെ എന്തെങ്കിലും കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അമ്മയില്ലല്ലോ അടുത്തൊരു കറിയായിട്ട് റെഡിയാക്കി കൊണ്ടുവരാൻ, ഞാൻ തന്നെ പോയി ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് എല്ലാ കറിയും ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ബ്രോക്കളി എന്ന് പറയുന്ന സാധനം കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് പുതിയൊരു റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. മലൈക്കാച്ചാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നു പരിപ്പ്, അത് ഞാൻ എല്ലാത്തിലും പൊട്ടിക്കും കേട്ടോ. അത് കുട്ടികൾക്ക് നല്ലതെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഇടാറുണ്ട്. പിന്നെ ഓണിയൻസ് അതിട്ട് നല്ല സോട്ട് ചെയ്യുക, കറിവേപ്പില ഇടുക. അതൊന്ന് നന്നായി വയണ്ടോ അത് നന്നായി ഒന്ന് വാടി വരും. അതാണ് ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത് അതാണ്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. അത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും കുറച്ച് ഉപ്പും, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. അതേസമയം തന്നെ ഞാൻ ബ്രോക്കളിയും ക്യാരറ്റും കഴുകി, ബ്രോക്കളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വാറ്റി അവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ അണിയൻസ് സോട്ട് ചെയ്ത് മിക്സിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അത് അപ്പം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും ബ്രോക്കളി. പിന്നെ ക്യാരറ്റ് ഒന്ന് വേവേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് കോക്കനട്ടും കൂടെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വെള്ളം ഞാനൊന്ന് തളിച്ചു കൊടുത്തായിരുന്നേ, അപ്പം ആവിയിലൊന്നിരുന്ന് വേവാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ബ്രോക്കളി ഞാൻ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണെന്ന് അറിയാമെങ്കിലും ഇതുവരെ അങ്ങനെ എപ്പോഴും വാങ്ങിക്കൊന്നുമില്ലായിരുന്നു. എപ്പോഴെന്നല്ല, വാങ്ങിക്കൽ വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിനെ. പിന്നെ എപ്പോഴോ ഞാൻ എവിടെയോ വായിച്ചു, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നുണ്ട് കണ്ടത്. ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ആണല്ലോ നമ്മളുടെ, ഗൂഗിളും ഫേസ്ബുക്കൊക്കെ ആണല്ലോ നമ്മളുടെ ഗുരുക്കന്മാർ. അതിന് ഫേസ്ബുക്കോ ഗൂഗിളോ എന്നോട് പറഞ്ഞു, ആരാന്നിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇത് ബ്രോക്കളി സ്കിന്നിനെയും ഹെയറിനെയും റിജുവിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പിറ്റേ ദിവസം തന്നെ പോയിട്ട് ബ്രോക്കളി വാങ്ങിച്ചു. പിന്നെ ഞാനൊരു ചെറിയ മോരുകറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോരുകറിയാണ്, പൈനാപ്പിൾ കറിയല്ല. കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറി. ഇവിടെ പല ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കും. അപ്പം ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് കുരുമുളകും ഉള്ളിയും ജീരകവും കൂടി തേങ്ങ തൈരിൽ ഇട്ട് അടിച്ച് ഇതിലൊഴിക്കും, അത്ര അങ്ങനെ തന്നെ. ആദ്യം നമ്മൾ ഈ കുമ്പളങ്ങ വേവിക്കാൻ പോവുകയാണേ. ഈ ഗ്ലാസ് കണ്ടോ, നിങ്ങൾ ഇങ്ങനത്തെ ഗ്ലാസ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഐഷുബേട്ടൻ ഇത് ആദ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഗ്ലാസ് പൊട്ടിയതാണ്. പിന്നെയല്ല മനസ്സിലായേ അത് സിഗാർ വയ്ക്കാനുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കാണുന്നത്. ഇതിപ്പോൾ അവിടെ ഇരുന്നേച്ചുകൊണ്ട് വെള്ളം എടുക്കാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വെച്ചു, മഞ്ഞപ്പൊടി ഇടും കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഈ കുമ്പളങ്ങ വേവിക്കുക. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു മോരുകറി. അതിൻ്റെ കൂടെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാട്ടോ ഞാൻ അരയ്ക്കുക. ഈ മോരുകറി അങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് താളിച്ചു കൊടുക്കും. അപ്പോഴേക്കും നമ്മുടെ ബ്രോക്കളി അവിടെ ഏകദേശം ആവിയിൽ വെന്ത് തുടങ്ങിയിരുന്നു. ലാസ്റ്റ് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കളി ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടോ. ഈ ബ്രോക്കളി കഴിക്കാൻ മടിയുള്ളവരെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എഗ്ഗ് ഇട്ടിട്ടും ഉണ്ടാക്കും, അത് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബ്രോക്കളിയുടെ ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോഴേക്കും മോരുകറി ഞാൻ റെഡിയാക്കി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടും കേട്ടോ. അങ്ങനെ മോര് കറി ഏകദേശം റെഡിയായി. ചോറ് വെച്ചു. പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, വീട്ടിലാരും ഉണ്ടാക്കിയതല്ല. അവിടെ ജോലിക്ക് വന്നിരുന്ന ചേച്ചിമാർ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്ക് വരുന്നവരെയൊന്നും പ്രശംസിക്കാൻ മറന്നു പോകും. പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടല്ലോ ഒന്ന് അഭിനന്ദിച്ചേക്കാന്ന് മറ്റേ സലീം കുമാർ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണം. എന്നാലേ അവർക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാനായിട്ടൊരു ശുഷ്കാന്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിലെങ്കിലും പറയണം, എനിക്ക് അന്ന് അവിടെ വെച്ചിട്ട് പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ചേച്ചി. മാങ്ങാച്ചാറാണ് ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഈ വീഡിയോ ആ ചേച്ചിമാർ കാണുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 90% എൻ്റെ വീഡിയോസ് കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ്. എല്ലാവരും എൻ്റെ വാചകടിയും കേട്ടിരിക്കാതെ വേഗം പോയിട്ട് ബ്രൊക്കോളി കറി ഉണ്ടാക്കിക്കോട്ടോ, എന്നിട്ട് എനിക്ക് ഫോട്ടോസ് അയക്കണം. പിന്നെ ഈ ബ്രൊക്കോളിയിൽ നമ്മുടെ ഓറഞ്ചിലുള്ളതിനേക്കാളും ട്വൈസ് വൈറ്റമിൻ സിയും ഒരു സ്റ്റേക്കിനുള്ളതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്കിന്നും ഹെയറും ഒക്കെ നല്ല അടിപൊളിയാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്നോട്ട് ബ്രോക്കോളി തിന്നാൻ തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.